ശരിക്കും SLC കഴിഞ്ഞു. +2 നമ്മളൊരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അവിടെ ഹ്യൂമാനിറ്റീസും ഉണ്ട്, വിത്ത് ഇസ്ലാമിക്സും അങ്ങനെ പഠിച്ചതാണ്. +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഡിഗ്രി BA സോഷ്യോളജി ഞാൻ എടുത്തിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതിൽ സപ്ലി ഉണ്ടായിരുന്നു, അത് ഞാൻ എഴുതി. ലൈഫിൽ എന്തോ ഒരു ഭാഗ്യക്കേടാണോ അറിയില്ല, ബാക്കിയെല്ലാം കഴിഞ്ഞു, എല്ലാ പേപ്പറും കുറച്ചൊക്കെ 2-4 ഉണ്ടായിരുന്നുള്ളൂ സപ്ലൈ ഒക്കെ, അതൊക്കെ ഞാൻ എഴുതിയെടുത്തു. പക്ഷേ ഏതൊരു സെക്കൻഡ് സെമ്മിൽ ഏതൊരു കോഴ്സ് ഉണ്ട്, കോംപ്ലിമെന്ററി സബ്ജക്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അത് ഞാൻ എഴുതി 2-3 വട്ടം എഴുതി, അത് പാസ്സായില്ല. അത് പാസ്സാകാത്തതുകൊണ്ട് തന്നെ BA സോഷ്യോളജി എനിക്ക് കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാം കഴിഞ്ഞു, ഒരു ഒറ്റ പേപ്പറിൽ എൻ്റെ ലൈഫ് പോയി. അങ്ങനെ ഞാൻ TTC എടുത്തു. TTC ഞാൻ പാസ്സായി. പിന്നെ എന്താ വെച്ചാൽ, പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സെയിൽസിലാണ്, ഗൾഫിൽ ലുലുവിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രോണിക്സ്. ഇതിലേക്ക് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ ലൈഫിലൊരു സാഹചര്യം വന്നു, അതുകൊണ്ട് മാത്രമാണ്. ടീച്ചിങ് ജോബ് വിട്ടിട്ടൊന്നുമില്ല, പക്ഷെ അതിലേക്ക് തിരിച്ചു പോകുന്ന തന്നെ ചെയ്യും. പക്ഷെ ഒരു ഇത് വന്നു. ഞാൻ എന്തുകൊണ്ട് ഒരു BA എക്കണോമിക്സ് എടുത്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്തെന്ന് വെച്ചാൽ, കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി വിളിച്ചാൽ മാത്രമേ എനിക്ക് ഇനി ഒരു എൻ്റെ BA സോഷ്യോളജി കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പോൾ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ദുൽഖറിൻ്റെ ഒരു സിനിമയിൽ പറയുന്ന പോലെ, ചെറിയ ലക്ഷ്യങ്ങൾ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അതേപോലെയാണ് എൻ്റെ ഇപ്പോൾ മൈൻഡിലുള്ളത്. എനിക്കിപ്പോൾ ഞാൻ ശരിക്കും ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരാളാണ് ലൈഫിലല്ല, എഡ്യൂക്കേഷനിൽ ഫെയിലിയർ ആയിട്ടുള്ള ആളാണ്. കാരണം ഞാൻ എന്തിലും ഒന്നും സക്സസ് ആയിട്ടില്ല. അത് നിൽക്കുന്ന ഒരാൾ, എനിക്ക് ഈ BA എക്കണോമിക്സ് ഇഗ്നോയിൽ ചെയ്തിട്ട് ഞാൻ MBA എടുക്കും, അതാണ് എൻ്റെ. എന്നിട്ട് ഞാൻ നല്ലൊരു ട്രെയിനർ പേഴ്സൺ ആവും. MBA എടുക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഞാൻ ചെറിയൊരു സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ വലിയൊരു MBA എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് ഒരുപാട് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് മറ്റുള്ളവർ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ എന്തോ സംഭവിച്ചു പോയി. എൻ്റെ നല്ലൊരു നിങ്ങളുടെ ലേണേഴ്സ് പറഞ്ഞ നല്ല ടീമാണ്. നിങ്ങളെ ഇതിന് മെൻറ്റർ ആവട്ടെ, എല്ലാത്തിനും സപ്പോർട്ടാണ്. അവരെ അഡ്മിഷൻ പ്രോസസ് ആവട്ടെ. പക്ഷെ എൻ്റെ ഭാഗത്തു നിന്നാണ് ലാഗ് വന്നിട്ടുള്ളത്. കാരണം ഞാനിവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ടൈമിൻ്റെ ഒരു പ്രശ്നങ്ങളും പഠിക്കാനുള്ള ഇഷ്യൂസും ഒക്കെ അതിൻ്റെ ഒക്കെ കൂടെ തന്നെ നിങ്ങളെ മെൻറ്റർ കസിൻ മാഡം എന്നും തിങ്കളാഴ്ച തന്നെ കോൾ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരാൾ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ നമ്മൾ തളരില്ല എന്നുള്ള വിശ്വസിച്ച് മുന്നോട്ട് പോവാണ്. നമ്മൾക്ക് നാളെ ഒരു വെളിച്ചം വരുമെന്ന് കരുതി മുന്നോട്ട് പോവാണ്.